വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ് അറബിക്ക് 2ാം പാദഭാഷ പരിസര സെക്കൻഡ് ടേം ഇവാലുവേഷൻ്റെ ചോദ്യപേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ കീയുമാണ് വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന സ്കൂൾ അറബിക് ഗൈഡ് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 7ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. എന്താണ് ഒന്നാമത്തെ പ്രവർത്തനം? നഖറഉൽ ഫിഖറ വനുജീബ് അനിൽ അസ്ഇലതി അലാത്തിയ. പാരഗ്രാഫ് വായിക്കുക, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. ഒന്നാമത്തെ ചോദ്യം, ഒന്നാമത്തെ പാരഗ്രാഫ് എന്താണ്? അൽ മാ ഉ അസാസുൽ ഹയാത്ത്. വെള്ളം ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. വനിഅമത്തും മിനല്ലാഹി. വനിഅമത്തും മിനൻ നിഅമില്ല. അള്ളാഹുവുള്ള അനുഗ്രഹമാണ്. അൽ മാ ഉ മിൻ ലറൂരിയാത്തിൽ ഇൻസാൻ. വെള്ളം മനുഷ്യന്റെ അത്യാവശ്യ കാര്യങ്ങളിൽപ്പെട്ടതാണ്. വൽ ഹയവാനാത്ത്, മൃഗങ്ങളുടെയും, വത്തുയൂർ, പക്ഷികളുടെയും, വൻ നബാത്താത്ത്, ചെടികളുടെയും, വ ഗൈരിഹ, അതല്ലാത്തതും. മവാരിദുൽ മിയാഹ് കസീറ. വെള്ളത്തിന്റെ സോഴ്സുകൾ ധാരാളമാണ്. മിൻഹൽ അൻഹാർ, അതിൽപ്പെട്ടതാണ് നദികൾ. വൽ ബിറ, കുളങ്ങൾ. വൽ ജദാവിൽ, അരുവികൾ. വൽ ആബാർ, ആബാർ എന്താ? കിണറുകൾ. റമ്യുൻ നുഫായാത്ത്, വേസ്റ്റ് എറിയുന്നത്. ഇലൽ മിയാഹ്, വെള്ളത്തിലേക്ക് വേസ്റ്റ് എറിയുന്നതാണ്. തുസബിബുൽ അമ്രാദ്, എന്താണ്? രോഗങ്ങൾക്ക് കാരണമാകും. അൽ മുഖ്തലിഫ, വ്യത്യസ്തമായ. വ ഫസാദിൽ ബിഅ, പിന്നെന്തിന് കാരണമാകും? പ്രകൃതി നശിക്കാനും. യജിബു അലൽ മുവാത്തിനി, നാട്ടുകാരുടെ മേൽ അനിവാര്യമാണ്. അൽ മുഹാഫദത്ത് അല മവാരിദിൽ മിയാഹ്, വാട്ടർ സോഴ്സുകൾ സംരക്ഷിക്കൽ. വ ഹിമായത്തുൽ അർദ്, ഭൂമിയെ സംരക്ഷിക്കുക. മിന തലവുസ്, മലിനീകരണത്തിൽ നിന്ന്. മനസ്സിലായോ? അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, മാ ഹുവ അസാസുൽ ഹയാത്ത്. വെള്ളത്തിലാണ് ജീവിതത്തിന്റെ അടിസ്ഥാനം എന്താ? തുയൂർ, മാ, ഹയവാനാത്ത്, ഖലറവാത്ത്. പാരഗ്രാഫ് പ്രകാരം അൽ മാ, അല്ലെ? അതുപോലെ തന്നെ ഉണ്ട്, കണ്ടില്ലേ? അൽ മാ ഉ അസാസുൽ ഹയാത്ത്. രണ്ടാമത്തെ ചോദ്യം, ഡാഷ് ലൈസ മിൻ മവാരിദിൽ മിയാഹ്. ഏതോ ഒരെണ്ണം മവാരിദിൽ മിയാഹ്, ലൈസ എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അല്ലാത്തത് എന്നാണ്. എന്താണ് ലൈസ എന്ന് വെച്ചാൽ അല്ല. അപ്പോൾ വാട്ടർ സോഴ്സിൽ പെട്ടതല്ലാത്തത്. അൽ ബിർക്ക, കുളം. അൽ ജദുവൽ, അരുവി. അൽ ജബൽ, മല. അൽ ബിർ, കിണർ. അപ്പോൾ ഉത്തരം ഏതാ? പെടാത്തത് ജബലാണ്, അല്ലെ? അൽ മുഹാഫദത്തു അല മവാരിദിൽ മിയാഹ്, വാട്ടർ സോഴ്സ് സംരക്ഷിക്കൽ. മിൻ വാജിബ്, ബാധ്യതയാണ്. ആരുടെ? അൽ മുവാത്തിനി, നാട്ടുകാർ. ഹൈവാൻ, മൃഗങ്ങൾ. നബാത്താത്ത്, ചെടികൾ. തുയൂർ, പക്ഷികൾ. ആരുടെ ബാധ്യതയാണ്? മുവാത്തിൻ. അതിവിടെ പറഞ്ഞു, അല്ലെ? എന്താണ് മുവാത്തിൻ എന്ന് ഇവിടെ പറഞ്ഞു. ഇനി അൽ മിയാഹു, വെള്ളം. മിൻ ലറൂരിയാത്ത്, അതിനെന്താണ്? അവശ്യ കാര്യങ്ങളിൽപ്പെട്ടതാണ്. വെള്ളം ആരുടെ? തുയൂർ, ഇൻസാൻ, ഹയവാനാത്ത്, കുല്ലുൻ സഹീഹ്. വെള്ളം അത്യാവശ്യ ഘടകമാണ്. ആരുടെ? പക്ഷികളുടെ, മനുഷ്യന്മാരുടെ, ഹയവാനാത്ത്, മൃഗങ്ങളുടെ. കുല്ലുൻ സഹി, എല്ലാ ഉത്തരവും ശരിയാണ്. ഏതാണ് ഇതിൽ ശരി? എല്ലാം, മനുഷ്യന്റെ എല്ലാവരുടെയും ശരിയല്ലേ? അപ്പൊ കുല്ലുൻ സഹിയാണ് വരിക. ഡാഷ് ഇലാ മിയാഹിൽ ഇലൽ മിയാഹ് തുസബിബുൽ അമ്രാദ്, അല്ലെ? വെള്ളത്തിൽ എന്തുണ്ടാവുന്നത്? രോഗം കാരണമാകും. എന്ത് കാരണമാകും? വെള്ളത്തിൽ എന്തുണ്ടാവുന്നത് രോഗത്തിന് കാരണമാകുക? അല്ലെ? അത്തലവുസ്. എന്താണ്? അത്തലവുസ് എന്നാണ് ഇവിടെ കൊടുക്കേണ്ടി വരിക, കേട്ടോ. അത്തലവുസ് എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഞാൻ നേരത്തെ മാർക്ക് ചെയ്തു. രണ്ടാമത്തെ പ്രവർത്തനം, നഖറഉൽ ഫിഖറ. പാരഗ്രാഫ് വായിക്കുക. വനഖ്താർ മിൻഹ അദവാത്തിൻ നസ്ബ് വൽ അഫ്ആൽ. നസ്ബിന്റെ അദാത്തുകളും അതിന്റെ ഫിയലുകളും എഴുതുക. മഅ തഷ്കീൽ, ഹർക്കത്തും അതിന്റെ കൂടെ ഇടണം എന്നാണ്. നജീബ് ഷാബുൻ, നജീബ് ഒരു വിദ്യാർത്ഥിയാണ്. ഷാത്തിർ, മിടുക്കൻ. യസ്തൈഖുദു മുബക്കറ, നേരത്തെ എണീക്കുന്നു. യദ്ഹബു ഇലൻ നഹർ, അവൻ നദിയിലേക്ക് പോവും. ലിഅന്നഹു, കാരണം അവൻ. യുരീദു അൻ യസ്ബഹ, നീന്തുവാൻ ഉദ്ദേശിക്കുന്നു. കയുഹാഫിള, സംരക്ഷിക്കുവാൻ. അലാ സിഹത്തിഹി, എൻ്റെ ആരോഗ്യം. ഹുവ ഹുസ്നുൽ ഖുലുഖ്, ഹുവ ഹസനുൽ ഖുലുഖ്, അവൻ നല്ല സ്വഭാവമുള്ളവനാണ്. ലൻ യക്കിദിബ, ഒരിക്കലും കളവ് പറയില്ല. ഫിൽ കലാം, സംസാരത്തിൽ. വലൻ യഹൂന, ആരെയും വഞ്ചിക്കില്ല. യസ്തിഖാഹി, അവന്റെ കൂട്ടുകാരാരെയും അവൻ വഞ്ചിക്കില്ല. ഇതിൽ അദവാത്തുൻ നസ്ബുകൾ ഏതൊക്കെയാണ്? അൻ ലൻ, ഇതൻ അൻ ലൻ കയ്യ നമ്മൾ പഠിച്ചത്, അല്ലെ? ഇതിൽ അൻ വന്നിട്ടുണ്ടോ? അൻ വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ എഴുതിയിട്ടുണ്ട് അൻ യസ്ബഹ. ലൻ വന്നിട്ടുണ്ട്, അല്ലെ? ലൻ എവിടെ വന്നിരിക്കുന്നത്? ലൻ അല്ല, ഇവിടെ കൈ വന്നിട്ടുണ്ട്. ആദ്യം കൈ. അപ്പൊ കൈ,
കൈ എന്നെഴുതണം. എന്നിട്ടോ ഹർക്കത്ത് ഇടണം. കൈ യുഹാഫില. ശരിയല്ലേ? കൈ യുഹാഫില എന്നെഴുതണം. ശരിയല്ല മക്കളെ? അടുത്തതാ ലൻ. ലൻ യക്തിബ എന്നുണ്ട്, ലൻ യഹൂന എന്നുണ്ട്. അപ്പൊ രണ്ടും ഇവിടെ കൊടുക്കണം. ആദ്യം ലൻ അവിടെ കൊടുക്കണം, ഇവിടെ എഴുതണം അല്ലേ? രണ്ടാമത്തെ ലൻ അവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം. ശരിയല്ലേ? പിന്നെ യക്തിബ ഇവിടെ എഴുതണം, യഹൂന ഇവിടെ എഴുതണം. ശരിയായോ? അങ്ങനെയാണ് ചെയ്യാൻ. അടുത്തത് യുക്കമ്മിലുൽ ഫറാഗ് ബി വദഇൽ അഫ്ആലിൽ മുനാസബ. വേറെ ഈ ഇതിലെ വിട്ടുപോയ ഭാഗം കറക്റ്റായിട്ട് പൂരിപ്പിക്കുക. ഹുവ വന്നപ്പോൾ എന്താണ് ഇവിടെ? യസ്ബഹു. ഹും ആണെങ്കിൽ എന്താകും? അല്ലെ? യസ്ബഹൂന എന്നാകും. എങ്ങനെയാകും? യസ്ബഹൂന. ശരിയല്ലേ? യസ്ബഹൂന. ഏതുപോലെ? യദ്ഹബൂന പോലെ. അപ്പൊ യദ്ഹബൂനയുടെ ഹുവയുടെ ഫോം എങ്ങനെയാ വരിക? ഈ വാവിനൂനെ ഒഴിവാക്കണം. അപ്പൊ എന്ത് വായിക്കണം നമ്മള്? യദ് ഹബു. യദ് ഹബു എന്ന് വരും. ഓക്കെ. യക്ക് ദിബു എന്താകും? അപ്പോ വാവിനൂനും ചേർക്കണം അല്ലെ? യക്ക് ദിബൂന എന്ന് വരും. യക്ക് ദി ബൂന. യസ്തൈക്കുലു എന്താകും? യസ്തൈകിലൂന എന്നാകും. എങ്ങനെയാവും? യസ്തൈകിലൂന എന്നാകും. ഓക്കെ. അങ്ങനെയാ പൂരിപ്പിക്കേണ്ടത്. അടുത്തത് യൗമൻ റഅ നജീബ്. ഒരു ദിവസം എഴുതേണ്ട പ്രവൃത്തി ഇതാണ്. നഫ്രിസു നുഫായാത്ത് ഫിസല്ലാത്ത്. നമ്മൾ വേസ്റ്റിനെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ദിവസം നജീബ് നുഫായാത്തൻ കസീറ അല ഷാത്തി. നദീതീരത്ത് കുറെ വേസ്റ്റ് കണ്ടു. ഫനാദ അസ്തികാഹുലി തൻലീഫ് ഷാത്തി ഇന്നഹർ. നദീതീരം വൃത്തിയാക്കാൻ കൂട്ടുകാരെ വിളിച്ചു. ഹയ്യ നുസാഇദുഹും ലി ഫർസിൻ നുഫായാത്ത് ഫിസല്ല. അവനെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഓരോ കൊട്ടയിലായിട്ട് അതിനെ സോർട്ട് ചെയ്യാൻ സഹായിക്കാം. അൽ ഖാറൂറാത്തിൽ പ്ലാസ്റ്റിക് ചെയ്യുക അല്ലേ? പ്ലാസ്റ്റിക് കുപ്പി. ഫലലാത്തു ത്വആം ഭക്ഷണ വേസ്റ്റ്. അസുഹൂനുൽ വർക്കിയ പേപ്പർ പ്ലേറ്റ്. ഖിഷറുൽ ബീൽ മുട്ടത്തോട്. ഉലബുൽ അസീർ ജ്യൂസ് പാക്കറ്റ്. അൽ ഖലറവാത്തുൽ ഫാസിദ എന്താണ് കേടുവന്ന പച്ചക്കറി. അൽ ജറായിദുൽ കദീമ പഴയ പേപ്പർ. അൽ കൈസാത്തുൽ വർക്കിയ എന്താണ് പേപ്പർ ഗ്ലാസ്. അൽ മനാദിൽ വർക്കിയ ടിഷ്യൂ പേപ്പർ. അൽ അക്കിയാസുൽ പ്ലാസ്റ്റിക്കിയ പ്ലാസ്റ്റിക് കവറുകൾ അല്ലേ? അപ്പൊ ഇതിലെങ്ങനെ അന്നുഫായാത്തുൽ പ്ലാസ്റ്റിക്കിയേക്ക് ഒന്ന് കൊടുക്കാം നമുക്ക്. നിങ്ങൾ എഴുതേണ്ടത് അതിന്റെ താഴെ ഇതുപോലെ വരച്ച് എഴുതണമുണ്ട്. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടി പറയാണ്. നുഫായാത്തുൽ വർക്കിയ പേപ്പർ വേസ്റ്റ് 2. നുഫായാത്തു തൊബീഇയ എന്താണ്? ജൈവ വേസ്റ്റ്. ഇതിൽ ഏതൊക്കെയാ 1 നമുക്ക് ഇടാം. പ്ലാസ്റ്റിക് എന്ന് എഴുതിയതൊക്കെ എന്തായിരിക്കും? പ്ലാസ്റ്റിക് വേസ്റ്റ് ആയിരിക്കും അല്ലെ? അപ്പൊ ഇത് 1. പിന്നെ ഏതാണ്? ഉലബുൽ അസീർ പെടും. ഉലബുൽ അസീർ എന്നല്ല, 1 കേട്ടോ. മാറിപ്പോയത് 2 അല്ല, 1. ഉലബുൽ അസീർ എന്താണ്? ജ്യൂസ് പാക്കറ്റ്. പിന്നെ അൽ അക്കിയാസുൽ പ്ലാസ്റ്റിക്കിയ അത് 1. ശരിയല്ലേ? പിന്നെ നുഫായത്തുൽ വർക്കിയ. വർക്കിയ എഴുതാൻ എളുപ്പമാണ്. ഈ വർക്കിയ എന്നുള്ള വാക്ക് തന്നെ അതിന്റെ കൂടെ ഉണ്ട്. കണ്ടില്ല ഇവിടെ? അസുഹൂനുൽ വർക്കിയ. പിന്നെ അൽ ജറായിദുൽ കദീമ പഴയ പേപ്പർ. പിന്നെ അൽ കൈസാത്തുൽ വർക്കിയ ഇവിടും 2. പിന്നെ അൽ മനാദിലുൽ വർക്കിയ 4 ഉണ്ട്. ഓക്കെ. പിന്നെ തൊബീഇയ ജൈവ വേസ്റ്റ് ഏതൊക്കെയാ? ഭക്ഷണ വേസ്റ്റ് 3 ഒരെണ്ണം. പിന്നെയോ കഷ്റുൽ ബീൽ ജൈവ വേസ്റ്റ് ആണ് അല്ലെ? അൽ ഖദർവാത്തുൽ ഫാസിദ ജൈവ വേസ്റ്റ് ആണ്. ഓക്കെ. ഇങ്ങനെ അത് തിരിച്ചെഴുതാനാണ്, നമ്പർ ഇട്ട് എഴുതാനല്ല, നിങ്ങൾ എഴുതുകയാണ് വേണ്ടത് കേട്ടോ. സാർ ഇവിടെ അത് എളുപ്പത്തിന് വേണ്ടി അങ്ങനെ കാണിച്ചതാണ്. ഓക്കെ. ഈ 4ാമത്തെ പ്രവർത്തനം എന്താ? നുഇദ്ദുൽ ലാഫിതാത്ത് എന്നാണ്. എന്താ ലാഫിതാത്ത്? പ്ലക്കാർഡുകൾ ഉണ്ടാക്കുക. യൗമൻ അസമ നജീബ് വാസ്തികാഹു. നജീബും കൂട്ടുകാരും തീരുമാനിച്ചു അല എഴുതാദി ലാഫിതാത്ത് കുറച്ച് പ്ലക്കാർഡുകൾ ഉണ്ടാക്കും. ലാഫിതാത്തുൽ ഇർഷാദിൽ ഹിഫാദി അലൽ ബിയ പ്രകൃതി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഉണ്ടാക്കണം അല്ലെ? അപ്പൊ ഹയ്യ നുഇദ് ലാഫിതാത്ത് ബി മുസാദത്തിൽ കലിമാത്ത്. ഇവിടെ കുറച്ച് വാക്കുകളുണ്ട്, അത് വെച്ചിട്ട് പ്ലക്കാർഡിനുള്ള വാക്കുകൾ ഉണ്ടാക്കണം. 1ാമത്തെ നഹ്മി അൽ മിയാഹ വൽ ഹവ. വെള്ളവും വായുവും നമുക്ക് സംരക്ഷിക്കാനാണ്. ഇവിടെ ഒന്ന് അൽ ഖാലിയ എന്ന് വെച്ചാൽ വിലപിടിപ്പുള്ളത്. ആദത്തുന നമ്മുടെ ശീലം. ലാ തർമു എറിയരുത്. ബി അത്തുന എന്താ? ബി അത്തുന നമ്മുടെ
പ്രകൃതി. ഖറസുഷത്തലാത്ത് എന്താ? ഖറസുഷത്തലാത്ത് ചെടികൾ നടുക. നുഹാഫിദ് നമുക്ക് സംരക്ഷിക്കാം. മാവുന്നക്കി തെളിഞ്ഞ വെള്ളം. മവാരിദുൽ മിയാഹ് വാട്ടർ സോഴ്സസ്. ഇഷ്റബു നമുക്ക് നിങ്ങൾ കുടിക്കണം. ഇല നെഹർ നദിയിലേക്ക്, അല്ലേ? അപ്പൊ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം? ഇവിടെ നോക്കൂ, ഖാലിയ വിലപിടിപ്പുകൾ എന്നല്ലേ പറയണത്. അപ്പൊ ബിഅതുന ഖാലിയ എന്ന് പറയാം. എങ്ങനെ? ബിഅതുന ഖാലിയ. അപ്പൊ ഞാൻ നമ്പർ ഇടാം. 1 ഇതാ, ഇതും 1, ഇതും 1. ബിഅതുന ഖാലിയ ഒരു സെന്റൻസ്. അത് ഇവിടെ എഴുതണം, ഇവിടെ എഴുതണം. ഓക്കെ. പിന്നെ അടുത്തത് ലാ തർമൂ നിങ്ങൾ എറിയരുത്, അല്ലെ? അത് വേണമെങ്കിൽ നമുക്ക് എഴുതണം. അതിന്റെ കൂടെ ഒരു വാക്ക് ചേർക്കും വേണം, അല്ലെ? ലാ തർമൂ അന്നുഫായാത്ത് വേസ്റ്റ് എറിയരുത്. എവിടേക്ക് എറിയരുത്? ഇലൻ നഹർ. അപ്പൊ അതും കൂടി ഇവിടെ ചേർത്ത് കൊടുക്കണം. ഇലൻ നഹർ എന്നും കൂടി ചേർക്കണം. മനസ്സിലായോ? അതാണ് രണ്ടാമത്തെ പ്ലക്കാർഡിലെ വാക്ക്. പിന്നെ നമുക്ക് എന്ത് പറയാം? പിന്നെ അതുപോലെ നുഹാഫിൽ വെച്ചിട്ട് എന്ത് പറയാം? നുഹാഫിൽ ബിഅതന മൂന്നാമത്തെ സെന്റൻസ് ആകും. പിന്നെ ഇഷ്റബൂ നിങ്ങൾ കുടിക്കണം, അല്ലെ? എന്ത് കൊടുക്കണം? ഇഷ്റബൂ നിങ്ങൾ കുടിക്കുക. മാഅൻ നഖിയ മാഅൻ നഖിയ തെളിഞ്ഞ വെള്ളം കുടിക്കണം, അല്ലെ? പിന്നെ അടുത്ത് നുഹാഫിൽ മവാരിദിൽ മിയാഹ്. നുഹാഫിൽ ഈ നുഹാഫിൽ ഒരു നുഹാഫിൽ എന്ന് വെച്ചാൽ എന്താ? സംരക്ഷിക്കാം. നമുക്ക് സംരക്ഷിക്കാം. എന്ത്? മവാരിദിൽ മിയാഹ് വാട്ടർ സോഴ്സസ്. കണ്ടോ? ഇത്രയും സെന്റൻസുകൾ നമുക്ക് ഇതിൽ എഴുതാൻ പറ്റും. പിന്നെ ഇതിൽ ഖറസുഷത്തലാത്ത് വെച്ച് എഴുതില്ല, അല്ലെ? അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് എന്ത് പറയാം? നഗരിസ് നമുക്ക് നടാം. നഗരിസ് എന്ത്? അഷത്തലാത്ത് അല്ലെങ്കിൽ ആദത്തുന ഖറസുഷത്തലാത്ത് എന്ന് പറയാം. കേട്ടോ? ആദത്തുന നമ്മുടെ പതിവ് എന്താണ്? നമ്മുടെ ശീലം ചെടി വെച്ച് പിടിപ്പിക്കലാണ് എന്നൊക്കെ പറയാം. ഓക്കെ. അപ്പൊ അങ്ങനെ 5-6 സെന്റൻസുകൾ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. ഓക്കെ. അടുത്തത് എഴുതാത് സീറാദാത്തിയ. എന്താണ്? ബയോഡാറ്റ തയ്യാറാക്കണം. യൗമൻ റഅ നജീബ് ഇഅ്ലാനൻ വറദ ഫിൽ ജരീദത്തിൽ പത്രത്തിലൊരു പരസ്യം വന്നു. ലി വലീഫത്തി മുഹാസിബ് ഒരു അക്കൗണ്ട് ജോലി ഫി ശരിക്കത്തിൻ ബി ദുബൈയിലെ ഇതിലെ ഹയ്യാ നുസാഇദുഹു അല എഴുതാതി സീറത്തിഹി ദാത്തിയ അയാളുടെ ബയോഡാറ്റ നമുക്ക് തയ്യാറാക്കാൻ സഹായിക്കാമെന്നാണ്. അപ്പൊ നജീബ് പിന്നെ ഇസ്മുൽ കാമിൽ നജീബ് എന്ന് കൊടുത്തിട്ടുണ്ട്, അല്ലെ? ജിൻസ് എന്ന് വെച്ചാൽ എന്താ? ആണാണോ പെണ്ണാണ്? അപ്പൊ അവനെ എന്താണ്? സക്കർ, അല്ലെ? ബോയ് ആണെങ്കിൽ നമ്മൾ സക്കർ എന്ന് പറയും. പെണ്ണാണെങ്കിൽ ഉൻസ. ഉൻവാൻ എന്ന് പറഞ്ഞാൽ ഉൻവാൻ അഡ്രസ്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതായിരുന്നു. ഷാരിവു മഹാത്മാഗാന്ധി റോഡ്, മഹാത്മാഗാന്ധി. എന്നിട്ട് എറണാകുളം എന്നോ എന്ത് വേണമെങ്കിൽ എഴുതാം. ജിൻസിയ അദ്ദേഹത്തിന്റെ എന്താണ്? പൗരത്വം. അത് ഏത് നാട്ടുകാരൻ? ഇന്ത്യക്കാരൻ. അപ്പൊ നമ്മൾ എങ്ങനെ പറയണം? ഹിന്ദി. എങ്ങനെ? ഹിന്ദി. ശരിയല്ലേ? ഹിന്ദി. പിന്നെ ഉംർ വയസ്സ് നമുക്ക് ഒരു 40 ഇപ്പൊ 36. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വയസ്സ് എഴുതാം കേട്ടോ. നമുക്ക് കൂടെ ഒരു 36 കൊടുക്കാം. താരീഖുൽ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് 36 വയസ്സാകുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാം? 36 വയസ്സാണെങ്കിൽ എപ്പോൾ ജനിക്കണം? അയാൾ 1988 ജനിക്കണം. മനസ്സിലായോ? അപ്പൊ നമുക്ക് 10/10/1988. മനസ്സിലായോ? പിന്നെ ഇസ്മുൽ വാലിദ് പാപ്പയുടെ പേര്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അബ്ദുള്ള. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് എഴുതായിരുന്നു. അബ്ദുള്ള. ഇസ്മുൽ വാലിദത്ത് ആമിന എന്ന് കൊടുക്കാം കേട്ടോ. ലുഗത്തുൽ ഉമ്മ അയാളുടെ മാതൃഭാഷ ഏതാണ്? മലയാളം കേട്ടോ. മലയാളം. സിമ്പിളായി ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ അതായത് ബാക്കിയുള്ള ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജവാസ് സഫർ പാസ്പോർട്ട്, ഹിബറ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഹിബറയുണ്ട്. ഫോൺ നമ്പർ എഴുതാം, അല്ലെ? ഫോൺ നമ്പർ നമുക്കിങ്ങനെ 8946 അങ്ങനെ 10 നമ്പർ എഴുതാം. ബരീദിൽ ഇലക്ട്രോണി എന്താ? ഇമെയിൽ അഡ്രസ്. ഇമെയിൽ അഡ്രസ് എല്ലാവർക്കും എഴുതാൻ അറിയില്ലേ, അല്ലേ? ഇപ്പൊ നജീബ് ആണെങ്കിൽ najib@gmail.com. അത് ഇംഗ്ലീഷ് തന്നെ കൊടുക്കാം. ശരിയല്ലേ? സിമ്പിളായി ചെയ്യാവുന്നതാണ്.
ആറാമത്തെ പ്രവർത്തനം എന്താണ്? നുലാഹിൽ സാ വനൽബിത്തുൽ ഔഖാത്ത്, വാച്ച് നോക്കി സമയം റെഡിയാക്കാൻ. നെസ്തൈക്കുദു നജീബ് മിനന്നൗം, നജീബ് രാവിലെ എണീക്കും. എപ്പോ? ഇവിടെ എത്ര മണിയാ? 5 മണി. 5 മണിക്ക് ഫിസാഅത്തിൽ, ഒരു 5 മണിക്ക് പറയാ നമ്മള് അൽ ഖാമിസ, അൽ ഖാമിസ. പിന്നെ നദ്ഹബുൽ റിയാദത്തിൽ എക്സസൈസ് ചെയ്യും 7 മണി അല്ലേ? ഇവിടെ 7 മണിയല്ലേ കാണണേ? അപ്പൊ ഫിസാഅത്തി അസ്സാബിയ അല്ലേ? അസ്സാഅത്തി സാബിയ. വയറൂഹിൽ അമൽ, ജോലിക്ക് പോകണപ്പോൾ 10 മണി. ഫിസാഅത്തിൽ 10 മണിക്ക് എങ്ങനെ പറയും? അൽ ആഷിറ, അൽ ആഷിറ. ശരിയല്ലേ? അടുത്തത് നുലാഹിൽ സൂറ വനുക്കമ്മിൽ ജുവൽ. അന ഡാഷ് അത്ബഹു ത്വാം, ഞാൻ ആരാണ്? ഞാൻ ഫുഡ് റെഡിയാക്കും. അപ്പൊ ഞാൻ ആരാണ്? ഫുഡ് റെഡിയാക്കുന്ന ആൾ എന്താ പറയല്? എന്താണ്? ത്വബ്ബാഹ് അല്ലേ? ത്വബ്ബാഹ്, ത്വബ്ബാഹ് ഫുഡ് റെഡിയാക്കുന്ന ആള്, കുക്ക്. അന ഡാഷ് അഖൂദ് സേ, ഞാൻ വണ്ടി ഓട്ടും. വണ്ടി ഓട്ടുന്ന ആളാരാ? സായിഖ് എന്ന് പറയാം, ഖവ്വാദ് എന്ന് പറയാം കേട്ടോ. സായിഖ് അല്ലെങ്കിൽ ഖായിദ്, ഖായിദ് അല്ല ഖവ്വാദ്. ഇങ്ങനെ മക്കളെ നിങ്ങൾ സായിഖ് എന്ന് പഠിച്ചാൽ മതി കേട്ടോ, ഖവ്വാദ് വേണ്ട. ഓക്കെ, സായിഖ്. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, അപ്പോൾ ഏകദേശം എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് സാറിന് അറിയാം. അപ്പം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഈ ഇതിൽ തന്നെ 7th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇനി വരുന്ന ക്ലാസ്സുകളൊക്കെ വരും. നിങ്ങൾക്ക് USS പഠിക്കാനുള്ള ക്ലാസ്സുകളൊക്കെ ഇതിലുണ്ട്. അതുപോലെ അൽമാഹിർ എക്സാമിൻ്റെ അതിൻ്റെയും ചോദ്യപേപ്പർ, അൽമാഹിർ എക്സാമിൻ്റെ പേരിൽ പ്ലേലിസ്റ്റ് ഉണ്ട്, അത് പോയി പഠിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ അല്ലേ മക്കളെ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.